ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നതേ, ഒരുപാട് ഓർമ്മകളുള്ള, എങ്ങനെ ഇപ്പം അതിനെ വർണ്ണിക്കുക, എങ്ങനെ ഇപ്പം അത് പറയാന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. അതായത് കുറേ സന്തോഷവും അതിലേറെ സങ്കടങ്ങളും നിറഞ്ഞിട്ടുള്ള എൻ്റെ ബാല്യകാലം അനുഭവിച്ചിട്ടുള്ള, ഞാൻ കളിച്ച് വളർന്ന് നടന്നിട്ടുള്ള എൻ്റെ പഴയ വീട് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നും ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം അത്രയും നല്ല ഓർമ്മകളായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരുപാട് നല്ല ഓർമ്മകളായിരുന്നില്ല. ആ ഒരു ഇവിടെ താമസിച്ചിരുന്ന ആ ഒരു ജീവിതം എന്ന് പറയണമെങ്കിൽ കേട്ടോ, കുറേ സങ്കടങ്ങൾ, കുറച്ച് സന്തോഷങ്ങൾ, അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വീട് എന്ന് പറയുന്നത് ഹോട്ടലാണ്. ഞങ്ങൾ താമസിക്കുന്നത് അതിൽ തന്നെ ആയിരുന്നു. അതിൻ്റെ ഒരു ഫ്രണ്ടും അതേപോലെ ഈ ഒരു സൈഡും ഹോട്ടലായിട്ട് കൊടുത്തതായിരുന്നു. ഞാനൊക്കെ ജനിച്ച ആ സമയം തൊട്ടേ അത് ഹോട്ടലായിട്ട് തന്നെയാണ്. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ അത് ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ഓർമ്മ വെച്ച സമയമാണെങ്കിൽ പോലും നമ്മൾ കണ്ടു വളർന്നുകൊണ്ടിരുന്നതും ആ ഒരു കാഴ്ചകൾ മാത്രമായിരുന്നു. ഹോട്ടലായിട്ടുള്ള ആ ഒരു ഭാഗം, അവിടുത്തെ ആൾക്കാർ, അതൊക്കെ തന്നെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നതും. കാരണം അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു അടുക്കള, ഒരു റൂം, ഒരു ഹാള് പോലൊരു സ്ഥലം, അവിടെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രവേശനമില്ല, കാരണം ഹോട്ടലായിട്ട്. അതായത് സത്യം പറഞ്ഞാൽ മിന്നൽ എന്താണെന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ജനവാതിൽ ആ സംഭവ കാര്യങ്ങളൊന്നും വീടിനില്ല. പിന്നുള്ളത് ഫ്രണ്ടിലേക്കുള്ള വാതിലാണ്. അതേപോലെ ഒരു ചെറിയൊരു ജനവാതിലല്ല, ഇങ്ങനെ തുറക്കണ ഒരു സാധനം ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, അതിന് പേര് എനിക്ക് അറിഞ്ഞൂടാ, അതുണ്ടായിരുന്നു. അത് തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ഹോട്ടലായതുകൊണ്ട് അത് തുറക്കാനും പറ്റില്ല. ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗം ആൾക്കാരിരുന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലമൊക്കെ ആ ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ വാതിൽ തുറക്കാറേ ഇല്ല, അതെപ്പോഴും അടച്ചുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് മിന്നൽ എന്താണെന്നുള്ളത് കണ്ടിട്ടില്ല. ഇടിൻ്റെ സൗണ്ട് കേൾക്കും, അതേപോലെ മഴ പെയ്യുന്നതും കാണും. മിന്നൽ എന്താണെന്നുള്ളത് രാത്രി കാലങ്ങളിൽ ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ ഞാൻ, അതായത് എൻ്റെ 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ ഒരു സമയം വരെ ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വീട് മാറി പോകണത് കേട്ടോ. പെങ്ങളെ കല്യാണമൊക്കെ അങ്ങനെ ആലോചന തുടങ്ങിയപ്പോൾ ഇവിടേക്ക് വെച്ച് ശരിയാവില്ല എന്ന് കരുതിയിട്ടാണ് പിന്നെ ഞങ്ങൾ വീട് മാറി താമസിക്കുന്നത്. 2006 2007 ആ ഒരു ടൈമാണ് തോന്നുന്നു. ആ ഒരു സമയത്താണ് അവിടെ വീട് വെച്ചത് കേട്ടോ. ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയിട്ടുള്ളത്. അതായത് ഭക്ഷണ കാര്യത്തിനൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഹോട്ടലായതുകൊണ്ട് ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അതായത് ഞാൻ ചെറുപ്പം തൊട്ടേ, ഞാൻ തിന്നൽ തുടങ്ങിയ ആ സമയം തൊട്ട് ഇതുവരെ പൊറോട്ട കഴിച്ചിട്ടുള്ളൂ. പൊറോട്ട അത്ര ഞാൻ കഴിച്ചിട്ടുണ്ട്. കാരണം ഫുഡ് കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഡ്രസ്സ് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് പെരുന്നാളിനൊക്കെ ഒരു പെരുന്നാൾക്കേ ഡ്രസ്സ് എടുക്കുകയുള്ളൂ. ചെറിയ പെരുന്നാൾക്ക്, വലിയ പെരുന്നാൾക്ക് എപ്പോഴേലൊക്കെ അപൂർവം എടുത്ത അത്ര തന്നെ. അത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ സ്കൂളിലൊക്കെ കളർ ഡ്രസ്സുള്ള, ഞാനൊക്കെ പഠിച്ച സമയത്ത് 2 ദിവസം കളർ ഡ്രസ്സ് ഉണ്ടാവും സ്കൂളിൽ. പക്ഷേ കളർ ഡ്രസ്സ് ആവുന്ന സമയത്ത് ഭയങ്കര സങ്കടമാണ്. കാരണം നമുക്ക് പുതിയൊരു ഡ്രസ്സ് ഇട്ട് പോകാനുണ്ടാവില്ല, ഇട്ട് തന്നെ പിന്നെയും ഇങ്ങനെ ഇടണം എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ പോയ സമയത്തൊക്കെ. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ, ഏത് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാലും അതിന് പുകമണം ഉണ്ടാവും, നല്ല പുകമണമായി. കാരണം നമുക്കത് മനസ്സിലാവില്ല, പക്ഷെ പുറത്തൊരാൾക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യും കേട്ടോ. ആ പുകൻ്റെ മണം അലമാറയിലിട്ട് എത്ര അടച്ചു കൂട്ടി വെച്ചാലും നമ്മൾ ഡ്രസ്സ് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ അത് പുകൻ്റെ മണം ഉണ്ടാവും. കാരണം ഹോട്ടലിലെ പുക എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഫുള്ള് ഉള്ളിലേക്കാണ്. അതുകൊണ്ട് പുക ആരായിരുന്നു കേട്ടോ, അത്രയും പുകൻ്റെ ഉള്ളിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നോൻപ് വരണം. നോൻപ് ഒരു മാസം ഹോട്ടൽ പൂട്ടിയാൽ പിന്നെ ഞങ്ങൾക്ക് പെരുന്നാളാണ് അന്ന്. കാരണം അന്ന് ഫുള്ള് ഫ്രണ്ടിൽ തന്നെ, കാരണം വാതിലൊക്കെ തുറന്ന് ഫുള്ള് ഫ്രണ്ടിൽ, അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് ഇറങ്ങാറുള്ളൂ, അല്ലാതെ ഇറങ്ങാറില്ല ആ ഒരു മാസം. പിന്നെ പെരുന്നാളും കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഹോട്ടൽ തുറക്കുള്ളൂ. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും കേട്ടോ. അതിൽ എനിക്ക് തോന്നുന്നു സന്തോഷങ്ങളൊക്കെ വളരെ കുറവേ. കാരണം അന്ന് സന്തോഷം എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള ആ ഒരു ഇതൊന്നും അറിയണ ഒരു സമയമല്ലായിരുന്നു ഒന്നാമത്. പക്ഷെ ഡ്രസ്സ് കാര്യങ്ങൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം മറ്റുള്ള കുട്ടികൾക്ക് കിട്ടുന്ന സമയത്ത് നമുക്കത് കിട്ടാതാവുമ്പോൾ
നമ്മളെ കൂടെ പഠിച്ച കുട്ടികൾക്ക് ഓരോ സംഭവങ്ങൾ കിട്ടും, നമുക്കതില്ലാണ്ടാവുമ്പോഴുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം എന്നാലും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ വളർത്തിയിട്ടുള്ളത്. ഇനി വന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ പറയാനുണ്ടാവും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിച്ച് വെറുപ്പിക്കണില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ അവിടെയാണ്. കാരണം ഇതിപ്പോൾ വിറ്റു കേട്ടോ, ഈ സ്ഥലം ഇപ്പോൾ വിറ്റു. അപ്പോൾ ഇനി ഇത് എത്ര കാലം ഇനി ഇത് ഇവിടെ ഉണ്ടാകും എന്നുള്ളത്, ഇനിയിപ്പോൾ ഇതിവിടെ എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. കാരണം ഇനിയിപ്പോൾ ഇതിന് പൊളിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒരു വീഡിയോ ആയിട്ടോ ഒരു ഫോട്ടോ ആയിട്ടോ ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുമ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ഭയങ്കര നൊസ്റ്റു ഫീൽ ചെയ്യണു ഇങ്ങോട്ട് എത്തുമ്പോൾ. പിന്നെ ഞങ്ങൾ പുതിയ വീടെടുത്ത് താമസം മാറിയപ്പോഴാണ് രാത്രിയൊക്കെ മിന്നലിൻ്റെ പൊന്നു ഭയങ്കര പേടിയാണ് കേട്ടോ. മിന്നലൊക്കെ രാത്രിയൊക്കെ അടിച്ച് വരുമ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കാണിക്കാറൊന്നുമില്ല. ഇപ്പോൾ ഇത് ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഹോട്ടലൊക്കെ വിറ്റെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കച്ചവടം അതിൻ്റെ ശേഷം അപ്പോൾ ഹോട്ടൽക്കാരൊന്നും ഇതിലില്ല. അപ്പോൾ അതിനുള്ളൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ഇനി എങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ, ഞാൻ പറ്റുന്ന തരത്തിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അന്ന് കോരി വെള്ളം, അന്ന് മോട്ടറൊന്നുമില്ല, ഞങ്ങൾ കോരിയിട്ടായിരുന്നു കുളിക്കലും എല്ലാറ്റിനും വെള്ളം കോരലൊക്കെ ആയിരുന്നു. പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ പറയാനുണ്ടാവും, ഒരുപാട് നല്ല ഓർമ്മകൾ കുറേ ഉണ്ട് കേട്ടോ. കാരണം രസമായിരുന്നു എന്ന് ചോദിച്ചാൽ രസമായിരുന്നു, ഒരു സമയത്ത് രസമായിരുന്നു. പിന്നീട് എന്തോ രസം ഇല്ലാതായി മാറി. വളർന്ന് വരുമ്പോൾ നമുക്കതൊരു രസമില്ലാതായിട്ട് മാറി. ചെറുപ്പത്തിലൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഹൈസ്കൂള് ആ ഒരു ടൈമൊക്കെ എത്തിയപ്പോൾ എങ്ങനെയൊക്കെ ഒരു വേറെ വീട് വെക്കണം എന്നുള്ള ആ ഒരു നമുക്ക് എന്ന് തോന്നി. കാരണം നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ മാത്രം അങ്ങനെ പുകൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ ഒരു ഇടങ്ങേറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാ അതിൻ്റെ മുറ്റത്താണ്. ഇപ്പോൾ ഇവിടെ കാടൊക്കെ പിടിച്ച് എടുക്കുകയാണ്. കാണിച്ചു തരാം. ഞാൻ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഫുള്ള് ചളി കാര്യങ്ങളൊക്കെ ഈ കാരം. അപ്പോൾ ഞങ്ങൾ നിന്നത് തറവാട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനും ഇപ്പോൾ 5 അവകാശികളാണ്. ഉമ്മ, അതേപോലെ 2 അമ്മൂമ്മമാർ, 2 കുഞ്ഞാന്മാർ. ഇതതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ, വീടിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഇതാണ് ഞാൻ 9ാം ക്ലാസ് വരെ 10ാം ക്ലാസ് വരെ ഞാൻ താമസിച്ചിരുന്ന വീടാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഈ കച്ചവടം അതിൻ്റെ ശേഷം ഇത് വേറെ സ്ഥലം, ഇത് വേറെ സ്ഥലമാണ്. അപ്പോൾ ഇതിപ്പോൾ കച്ചവടം അതിന് ശേഷം ഇതിപ്പോൾ ഇങ്ങനെ അതിൽ കെട്ടിയതാണ് കേട്ടോ. ഇതായിരുന്നു സ്ഥലം. ഇതാണ് ഞാൻ പറഞ്ഞ കിണർ. ഇതിൽ നിന്നാണ് നമ്മൾ കോരി കുളിച്ചിരുന്ന വെള്ളം എടുത്തിരുന്നിരുന്ന കിണറാണിത്. ആ പൂച്ചൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, ചാടല്ല പൂച്ച. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഫ്രണ്ട് സൈഡ് ഞാൻ ബാക്ക് സൈഡിൽ വന്നത്, അപ്പോൾ ഞാൻ ബാക്ക് സൈഡ് എടുത്തു എന്ന് മാത്രം. ഫ്രണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആയിരുന്നു ബാത്റൂം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ ഇത് ബാത്റൂമായിരുന്നു, അന്നേ ഇത് ബാത്റൂമായിരുന്നു. ഇപ്പോഴും ഇതാണ് ഞാൻ താമസിച്ചിരുന്ന വീട് മക്കളെ. ഇതായിരുന്നു അടുക്കള കേട്ടോ. ഇവിടെ ആയിരുന്നു അടുക്കള ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഹോട്ടലായപ്പോൾ ഇത് ഹോട്ടലിന് വേണ്ടി ഇവിടെ താമസങ്ങൾ മാറില്ല. അതിന് ശേഷം ഇത് ഹോട്ടലിന് വേണ്ടി ഇതിങ്ങനെ ആക്കിയതാണ്. പിന്നെ ഒരു റൂം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഒരു റൂമായിരുന്നു കേട്ടോ. അത് ഹോട്ടലിന് വേണ്ടി ഇപ്പം ഇങ്ങനെ ഇതാക്കി വെച്ചതാണ്. ഇവിടെ ഒരു റൂമായിരുന്നേ. ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്നുള്ളത് അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്ന സ്ഥലം ഞങ്ങൾ കിടന്നു എന്ന് പറഞ്ഞില്ലായിരുന്നു, ഒരു ഡൈനിങ് ഹാള് പോലെ. ആ സ്ഥലമാണ് ഇത് കേട്ടോ. ഇതാണ് ആ സ്ഥലം, ഞങ്ങൾ കിടന്നിരുന്ന സ്ഥലം. അപ്പോൾ ഈ ഭാഗം മാത്രമായിരുന്നു ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഫ്രണ്ടിലേക്കുള്ള വാതിലെന്ന് പറഞ്ഞില്ലേ, ഇതായിരുന്നു ഫ്രണ്ടിലേക്കുള്ള വാതിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, ജനവാതിലുണ്ട് ഇങ്ങനെ പൊന്തിക്കണേന്ന് പറഞ്ഞ്, അത് ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 സാധനം തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം ഇവിടെ ഇത് ഫ്രണ്ട് ഹോട്ടൽ, ഇവിടെ ഫുള്ള് ആൾക്കാർ ഭക്ഷണം കഴിക്കണ സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വാതിൽ ഇവിടുന്ന് തുറക്കാൻ പറ്റില്ല, ഇതും തുറക്കാൻ പറ്റില്ല. കാരണം ഹോട്ടലാകുമ്പോൾ ആൾക്കാരുണ്ടാവുമല്ലോ. പിന്നെ ഇതെന്ന് പറയണത് അട്ടം, പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. അട്ടം എന്നൊക്കെ അറിയോ? കാരണം വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിരുന്നൊരു സ്ഥലമാണ് ഈ അട്ടം എന്ന് പറയുന്നത്. ഇതൊക്കെ ഫുള്ള് പുക പിടിച്ച് കരി പിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോൻപിനാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നോൻപിന് ഇങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾക്ക് പെരുന്നാളായ സന്തോഷകരം ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമ്പോൾ. ഇതാണ് ആ ജനവാതിൽ, ഇതാണ് ആ വാതിൽ കേട്ടോ. ഇത് തുറക്കാറേ ഇല്ല, നോൻപിന് മാത്രം തുറക്കുള്ളൂ. ഞങ്ങൾ കിടന്നിരുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ.
ഇതൊക്കെ പിന്നെ ഉണ്ടാക്കിയതാണ്. ഹോട്ടലിന് വേണ്ടി കൊടുത്ത സമയത്ത് ഞങ്ങൾ വിറ്റ് പോയ സമയത്ത് പിന്നെ ഓരുണ്ടാക്കിയതാണ് ഈ ഇതൊക്കെ കേട്ടോ. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ താമസിച്ച സമയത്ത് വിറ്റ് പോയതിന് ശേഷം പിന്നെ ഓരൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നിരുന്നത് വെച്ചാൽ ഇതാ ഈ ഒരു ഏരിയ മാത്രമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ബാക്കൊക്കെ ഇറങ്ങാൻ പറ്റില്ല, ഫ്രണ്ടൊക്കെ ഇറങ്ങാൻ പറ്റില്ല. ആ ഒരു ഇതായിരുന്നു അന്ന്. അപ്പോൾ കണ്ടില്ലേ, വല്ലാത്ത ഇത് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റ് ഓർമ്മകൾ വരുന്നുണ്ട്. അന്ന് അങ്ങനെ ഒരു കാലം ഇന്ന് ഓർക്കുമ്പോൾ എവിടേക്കോ എന്തൊക്കെയോ ഒരു ഭയങ്കര ഒരു വിഷമവും സങ്കടവും കാര്യങ്ങളൊക്കെ വരണം. അപ്പോൾ ഇത് വിറ്റു കേട്ടോ. അപ്പം ഇനി വന്നെടുത്ത് ഇതൊക്കെ ഇപ്പം ഹോട്ടൽ വിറ്റിട്ട് ഇപ്പോൾ കുറച്ചായി. ഇപ്പോൾ ഈ സ്ഥലം വിറ്റിട്ട് ഇപ്പോൾ കുറച്ചായി. അപ്പോൾ അതിനിപ്പോൾ എല്ലാവരും ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഇത് ഇങ്ങനെ കിടക്കണം. വാതിലൊക്കെ അടക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുമല്ലോ, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഞാൻ ആദ്യം പോയത് ബാക്കിലോട്ട് ഇരുന്ന്, അതാണ് ഞാൻ അവിടുത്തെ വീഡിയോസ് ആദ്യം എടുത്തത്. അപ്പോൾ ലാസ്റ്റ് ഈ വീഡിയോ എടുക്കാത്ത കരുതി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ.